ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് മച്ചാമാരെ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നൊരു കിടലിനായിട്ടുള്ള ഡിവിഷൻ മാച്ചാണ് നമുക്ക് വന്നിട്ടുള്ളത് മച്ചാമാരെ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഡിവിഷൻ മാച്ചിലേക്ക് കിടക്കാം. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പറയുകയാണ് മച്ചാമാരെ, നമ്മുടെ റിയൽ സഞ്ജു എന്ന് പറഞ്ഞ ഫസ്റ്റ് ചാനൽ നമ്മൾ ലൈവ് വരുന്നത് നാളെ നമ്മുടെ മെയിൻ്റെനൻസ് ലൈവ് അല്ലേ. അപ്പോൾ അത്യാവശ്യം കുറച്ച് നേരം ഉണ്ടാവും. സോ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ മച്ചാമാരെ, ഇതിലൊരു കിടിലിന് ഓപ്പോണ്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ റൊണാൾഡോ ഉണ്ട്, ഓവൻ ഉണ്ട്, യമാൻ ഉണ്ട്, പാമർ ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യമായിട്ടായിരിക്കും ഒരു ഫസ്റ്റ് ഇംപ്രഷൻ നമ്മൾ ഓവൻ പ്ലസ് നമ്മുടെ ഡബിൾ ബൂസ്റ്റർ റൊണാൾഡോൻ്റെ ഒരു കാർഡ് വെച്ച് കളിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി ഒരു കിടിലൻ കംബാക്കോളൊക്കെ അടിച്ചൊരു മാച്ചാണ് മച്ചാമാരെ. അപ്പോൾ എല്ലാവരും കാണുക, എൻജോയ് ചെയ്യുക. അപ്പോൾ നിങ്ങളെല്ലാവരും ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ മച്ചാമാരെ നിങ്ങളുടെ പ്ലേസും കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മച്ചാമാരെ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക കേട്ടോ. നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് ഒരു 100 ലൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു സപ്പോർട്ട് ഉണ്ടാവണം. അതുപോലെ തന്നെ നമ്മൾ 1K ആവാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉഷാറാക്കുക കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കാം ന്യൂനോ മെൻഡസ് 2 മച്ചാമാരെ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നമ്മൾ വീഡിയോസിന് ഇൻട്രോസ് വേണോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മതിയോ, ജസ്റ്റ് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ, രസമൊക്കെ ഉണ്ടോയെന്ന്. കാരണം നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ഇതാണ് നമ്മുടെ ഒരു ഇഷ്ടം. അപ്പോൾ ഗൈസ് നമുക്ക് നോക്കാം സുവാരസ് 2 ഗൈസ്. ഈ ഒരു മാച്ചിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പറയേണ്ടത് നമ്മുടെ സുവാരസിൻ്റെ ഒരു കാർഡാണ് ഗൈസ്. എനിക്ക് ഏറ്റവും കൂടുതൽ മച്ചാമാരെ അടിച്ചു. ഫസ്റ്റ് പറഞ്ഞപ്പോൾ തന്നെ 6 മിനിറ്റിൽ നമ്മുടെ അണ്ണം പൂശിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പം തന്നെ സെലിബ്രേഷൻ ഒന്നും ഇടില്ല, സ്കിപ്പ് ചെയ്യാണ്. അപ്പോൾ ഗൈസ് എന്താ പറയുക, അത്യാവശ്യം നല്ലൊരു കാർഡാട്ടോ ഈ ഒരു കാർഡ്. ഞാൻ ലാസ്റ്റ് മാച്ച് എല്ലാം കഴിയുമ്പോൾ മച്ചാമാരെ കാണിച്ചു തരാം. പിന്നെ നിങ്ങൾക്ക് അറിയാലോ മച്ചാമാരെ, നമ്മുടെ ഓൾറെഡി കൊനാമി നല്ല സ്ക്രിപ്റ്റിംഗ് ഉണ്ട്. ഓൾറെഡി അവർ മറ്റേ കോമാച്ചിലൊക്കെ ആയാലും സ്ക്രിപ്റ്റ് ഉണ്ട്. പക്ഷെ നമ്മൾ ഡെയിലി മച്ചാമാരെ ഇന്നലെ നമ്മൾ ഓൾറെഡി നമ്മുടെ റിയൽ സഞ്ജു ചാനലിൽ ലൈവ് വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ലൈവ് ഉണ്ടാവും കേട്ടോ. ഞാൻ ഗൈസ് കറണ്ട് പോകുന്നതുകൊണ്ട് വൈഫൈ കട്ടായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ എല്ലായിടത്തും മൊത്തത്തിൽ കറണ്ട് പോക്കും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഫു 2 നമുക്ക് നോക്കാം. ഒരു സ്റ്റണ്ണിങ് ക്രോസ് അടിക്കാൻ പറ്റിയില്ല മച്ചാമാരെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മളൊരു ഗൈസ് ഒരു USB-ൻ്റെ ഒരു സംഭവം നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സെറ്റ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പെട്ടെന്ന് തന്നെ ഇനി ലൈവൊക്കെ ഉഷാറായി വരാം കേട്ടോ. അതുകൊണ്ടാണ് ലൈവ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തിപ്പോയ മെസ്സി ഗൈസ് അപ്പോൾ അടിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് സെലിബ്രേഷൻ ചെയ്യണം ഗൈസ്. അപ്പോൾ രണ്ടാമത്തെ ഗോൾ അടിച്ചിട്ടുണ്ട് 15-ാം മിനിറ്റിൽ തന്നെ. അപ്പോൾ ഗൈസ് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നമ്മൾ ബിഗ് ടൈം മെസ്സി പ്ലസ് നമ്മുടെ സുവാരസ് അണ്ണൻ ഉണ്ട്. അപ്പോൾ എന്തായാലും മച്ചാമാരെ ലെജൻഡ്സ് ഓഫ് എബി എന്നാണ് നമ്മുടെ ഓപ്പോണൻ്റെ പേര്. പക്ഷേ മച്ചാൻ്റെ സ്ക്വാഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഫോർമേഷനൊക്കെ നൈസാണ്, സാബിയാണ്, ക്വിക്ക് കൗണ്ടറാണ്. പിന്നെ മച്ചാമാരെ നിങ്ങൾ കൂടുതലും മാച്ചിൽ ഇറങ്ങുന്നതിന് മുമ്പ് മറ്റേ പ്ലേയേഴ്സിൻ്റെ നമ്മുടെ ഇതില്ലേ എനർജി ഒന്ന് നോക്കിയിട്ട് ഇറങ്ങണം കേട്ടോ. കാരണം കുറേ പേർക്ക് അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട്. സോ നിങ്ങൾ നോക്കിയിട്ട് മാത്രം ഇറങ്ങുക. മെക്കല്ലൻ 2 നമ്മുടെ യമാലിന് നമ്മുടെ റോബർട്ടോ കാർലോസ് എടുത്തോളും ഗൈസ്. അപ്പോൾ ജെറാഡ് 2 ബെക്കാം ഗൈസ്. ഇവിടെ എന്താണെന്ന് പറയുക, ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സെറ്റ് ചെയ്തിട്ട് മാത്രമേ ഇറങ്ങുക. കാരണം ഗൈസ് അപ്പോൾ കിട്ടിയിട്ടുണ്ട്. സുവാരസിൻ്റെ ഒരു വീണ്ടും ഒരു അടി എൻ്റെ മോനെ. 24-ാം മിനിറ്റിൽ ഗൈസ് എന്തായാലും പൊളിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നല്ലൊരു ഗൈസ് ഓപ്പോണ്ട് ഒരു കംബാക്ക് ഗോൾ ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുഴപ്പമില്ലാത്തൊരു ഗോൾ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിലൊരു ട്വിസ്റ്റും ഉണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നിങ്ങൾ എൻജോയ് ചെയ്യുക, ലൈക്ക് അടിക്കുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം മച്ചാമാരെ. നിങ്ങൾക്ക് നമ്മുടെ ചെക്കന്മാരുടെ ഗ്രൂപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഗൈസ്. അപ്പോൾ യമാൽ 2 നമുക്ക് നോക്കാം ഗൈസ്. മൈക്കിൾ ഓവൻ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ജെറാഡ്, ബെക്കംബർ, ബെല്ലിംഗം, ബെക്കാം. എടാ അത് വേണ്ടായിരുന്നടേ. ജോർഹിൻഹോ മച്ചാമാരെ. എനിക്ക് മറ്റേ നമ്മുടെ ഇതിനെ കിട്ടിയിട്ടോ. ഇന്നലെ എനിക്ക് റിക്യുപ്പൈനെ കിട്ടിയിരുന്നു മച്ചാമാരെ. അതുപോലെ തന്നെ നമ്മുടെ ബാംഗ്ലൂർ അങ്ങനെ RCB എന്താ പറയുക കപ്പ് അടിച്ചു. എന്തായാലും സന്തോഷം, അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു മാച്ചായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചാബും ഒട്ടും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല കിടിലൻ മാച്ചായിരുന്നു. എന്തായാലും മച്ചാമാരെ വീണ്ടും കിട്ടുമെന്ന് നോക്കാം. മെഗലൻ കിട്ടിയില്ല. അപ്പോൾ ഗൈസ് നല്ല എന്തായാലും നിങ്ങൾ ആരുടെ ഫാനാണ് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. എന്തായാലും നല്ല മാച്ചായിരുന്നു കേട്ടോ. വിരാട് കോഹ്ലി അങ്ങനെ നമ്മളെല്ലാവരും ഫൈനലി നോക്കിയ ആ ഒരു മൊമെൻറ്റ് വന്നു. മിക്കലോവൻ, കാർലോസ്, ജെറാഡ് ഗൈസ്. അപ്പോൾ എന്തായാലും എന്താ പറയുക, ജോർഹിൻഹോ ഗൈസ്. നിങ്ങൾ ആരുടെ ടീമായാലും കുഴപ്പമില്ല കേട്ടോ. IPL ആരുടെ ടീമായാലും കുഴപ്പമില്ല, ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നമ്മൾ വെറുതെ നോക്കാൻ വേണ്ടിയിട്ട് മച്ചാമാരെ. അപ്പോൾ ഓവൻ്റെ ഒരു ഷോട്ട് ഗൈസ് ഇടയ്ക്കൊരു ബഗ് വന്നു, നെറ്റിൻ്റെ എന്തോ പ്രശ്നമാണ്. എന്തായാലും മൈക്കിൾ ഓവനെ കൊണ്ട് നമ്മുടെ മച്ചാൻ അടിച്ചിട്ടുണ്ട് ഗോള്. അപ്പോൾ എന്തായാലും ഗൈസ് ഹാഫ് ടൈമിന് മുമ്പ് കാണുന്ന മാജിക്കുകളാണ് ഇതൊക്കെ. ബെല്ലിംഗം പിന്നെ ജെറാഡ് ഗൈസ്. ഇനിയൊരു ഗോൾ വരുന്നുണ്ട് കേട്ടോ. അതാണ് ഏറ്റവും ഞാൻ എന്തായാലും ഈ ഒരു കാർഡ് മച്ചാമാരെ സീനായിരുന്നു ഗൈസ്. നമ്മൾ ഓൾറെഡി എന്താ വെച്ചാൽ നമ്മുടെ റൊണാൾഡോനെ അവിടെ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷനിൽ സെറ്റ് ചെയ്ത് വെച്ചോണ്ട് അനങ്ങൂല. കാരണം എന്താ വെച്ചാൽ ഓൾറെഡി ഞാൻ ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ലൂയിസ് സുവാരസ് 2 മച്ചാമാരെ നോക്കാൻ കിട്ടിയില്ലടാ. യമാൽ, റോബർട്ടോ കാർലോസ്, ജെറാഡ്, ബെല്ലിംഗം, ബെക്കാം ഗൈസ്. പിന്നെ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ഇപ്പോഴത്തെ അടിപൊളി കാർഡാണ് നമ്മുടെ കോസ്റ്റ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഗൈസ് അപ്പോൾ വീണ്ടും കിട്ടിയിട്ടുണ്ട് മെസ്സി. ഓക്കെ ഗൈസ്. അപ്പോൾ 48-ാം മിനിറ്റിന് മുമ്പ് നമ്മളങ്ങനെ 4 ഗോളുകൾ ഇട്ടിട്ടുണ്ട്. സോ ഗൈസ് ഇതിലൊരു ട്വിസ്റ്റ് സംഭവിക്കും. സംഭവം ഞാൻ നല്ല സന്തോഷമായിട്ട് ഡിവിഷനൊക്കെ പ്രൊമോഷൻ ആയിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേനും മച്ചാമാരെ ഇത് ഓൾറെഡി റെക്കോർഡ് ചെയ്ത വീഡിയോ ആയതുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ 2 മാച്ചുണ്ട്. അതായത് നമ്മുടെ ഓപ്പോണൻറ്റ്
വെച്ച് പോയി. എനിക്ക് തോന്നുന്നു പുള്ളിയുടെ നെറ്റ്വർക്ക് പ്രശ്നമാണെന്ന് തോന്നുന്നു. പക്ഷെ നല്ലൊരു മാച്ച് ആയിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ അടുത്തൊരു മാച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിലൊരു കിടൽ എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ലിയൻ തൂറാം ഉണ്ട്, പിന്നെ ഓൾറെഡി നമ്മുടെ വിക്ടർ ബൈ ഉണ്ട്, റൂമി ഉണ്ട്, ലൂക്കയുണ്ട്, ബെല്ലിംഗോ ഉണ്ട്, അൽവാരസ് ഉണ്ട്. അൽവാരസ് ഒക്കെ ഈ കാർഡ് സീനാട്ടോ ഗൈസ്. നിങ്ങൾ ആരും ഡെയിലി ഗെയിമിൽ എന്താ വേസ്റ്റാന്ന് പറഞ്ഞിട്ട് ആരും മാറ്റിയൊന്നും വെക്കേണ്ട. കാരണം ഈ ഒരു അൽവാരസിൻ്റെ കാർഡിന് മറ്റേ എ പൊസിഷനൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇറക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഇമ്പാക്റ്റ് കിട്ടും. ഇപ്പോൾ നമ്മുടെ എംബാപ്പേൻ്റെ കാര്യം പറഞ്ഞ പോലെ എംബാപ്പേൻ്റെ ഒരു പുതിയ കാർഡ് ഉണ്ടല്ലോ, മറ്റേ പുതിയല്ല പഴയ ഒരു കാർഡ് ഉണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും കിട്ടിയേ. അപ്പോൾ ആ ഒരു കാർഡൊക്കെ നിങ്ങൾ ഇറക്കുക. സോ ഗൈസ് നമുക്ക് നോക്കാം എന്തായാലും ഈ ഒരു മാച്ച് എങ്ങനെയാണ്. റൂമി ടു റൊഡ്രി ടു നമ്മുടെ വീണ്ടും ബെക്കാം, സുവാരസ് ടു റോബർട്ടോ കാർലോസ് ടു ഗ്രീസ്മാൻ, ബാക്ക് കാർലോസ്, ജെറാഡ്, റിക്യുപ്പൈ. ഗൈസ് റിക്യുപ്പൈന് എനിക്ക് ഇന്നലെയാണ് കിട്ടിയത്. സത്യം പറഞ്ഞാൽ മച്ചാമാരെ ഞാനിനിയിപ്പോൾ അതിനകത്ത് ഗൈസ് ബാക്കിയെല്ലാം കൂടെ എടുക്കണം എന്നുണ്ട്. എന്തായാലും എല്ലാം കിട്ടട്ടെ ഗൈസ്. പിന്നെ മച്ചാമാരെ അപ്പോൾ ഒരു ഷോട്ട് കഫ് എന്തായാലും ഡിഫെൻസ് ചെയ്തുകൊണ്ട് അത് പോയില്ല. അതാ ഞാൻ പറഞ്ഞ ഗൈസ്, നമ്മൾ അങ്ങനെയല്ല, നമ്മൾ വലിയ മതിപ്പ് വെക്കാത്ത കാർഡിനൊക്കെ നല്ല ഇത് കിട്ടുന്നുണ്ട്. അതായത് GPയിലൊക്കെയുള്ള പല കാർഡുകളും ഗൈസ് എന്താ പറയുക, ഞാൻ ഇനി ഒരു ദിവസം ഗൈസ് അപ്പം മെസ്സി ടു ജെറാഡ് ട്രൈ ചെയ്യണമെന്നുണ്ട് എനിക്ക്. അതായത് നിങ്ങൾ പലപ്പോഴും ചിലപ്പോൾ ഇറക്കാത്ത കാർഡുകളായിരിക്കും നമുക്ക്. മോട്ടറിച്ച് നമ്മുടെ എന്താ പറയുക, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മുൻവീർ സിംഗ് എന്ന് പറഞ്ഞൊരു സിംഗ് ഉണ്ടായിരുന്നില്ലേ, പുള്ളിക്കാരുടെ റിക്യുപ്പായി വെച്ചാൽ ഒരു ഷോർട്ട് ടൈം അടിക്കാൻ പോലും അവർ സമ്മതിച്ചില്ല ഗൈസ്. ഇവിടെ എന്താ പറയുക ഗൈസ്, അപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ലിയൻ തൂറാം, അവിടെയും വന്ന് പണി ഉണ്ടാക്കിയല്ലോ. സോ ഗൈസ് നല്ലൊരു ഓപ്പോണ്ട് കേട്ടോ, നല്ലൊരു ടീമുണ്ട്. പിന്നെ ഓൾറെഡി ഗൈസ് ഞാൻ കുറച്ച് കോയിൻ സേവ് ചെയ്തിട്ട് ഒരു മെഗാ പാക്ക് ഓപ്പണിംഗ് പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാലോ നമ്മളെല്ലാവരും ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കാം റൊഡ്രി ഗൈസ്. പക്ഷേ എന്താ വെച്ചാൽ ഞാൻ ഇതുവരെ എനിക്ക് എന്താ പറയുക, ടെന്നിസ്ലോ ആയാലും പിന്നെ ഈ ഒരു സുവാരസിൻ്റെ കാർഡായാലും പിന്നെ ഇതിലുള്ള കാർഡുകളായാലും എനിക്ക് വലിയ രീതിയിൽ എൻ്റെ ഒരു ഭാഗ്യം എന്താ പറയുക, ഒരു ദൈവത്തിൻ്റെ ഇത് കൊണ്ട് എനിക്ക് അങ്ങനെ വലിയ ഗൈസ്. അപ്പോൾ സുവാരസിൻ്റെ ഒരു അടി നോക്കാം. അബിയാട്ടി ഇപ്രാവശ്യം ചതിച്ചോ മച്ചാൻ, അബിയാട്ടി പിടിച്ചു, അത് കോർണറിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ വലിയ രീതിയിൽ എനിക്ക് വലിയ കോയിനൊന്നും പൊട്ടിക്കേണ്ട വന്നിട്ടില്ല ഇതുവരെ. ഞാൻ കൂടിപ്പോയ ഒരു 600 സംതിങ് കോയിനുകളെ പൊട്ടിച്ചിട്ടുള്ളൂ. അതിന് മുമ്പ് തന്നെ എനിക്ക് എപ്പിക്ക് അടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി ആ ഒരു ഭാഗ്യങ്ങൾ വരട്ടെ ഗൈസ്. ഏറ്റവും കൂടുതൽ എനിക്ക് റോബർട്ടോ കാർലോസ് അല്ല മറ്റേ ഡെന്നിസ്ലോയും നമ്മുടെ ഡബിൾ ബൂസ്റ്റർ സുവാരസൊക്കെ കിട്ടിയത് 200ഉം 100ഉം കോയിനാണ്. ഫസ്റ്റ് ട്രെയിനാണ് എനിക്ക് നമ്മുടെ ഡെന്നിസ്ലോനെ കിട്ടിയത്. അത് വല്ലാത്തൊരു മൊമെൻ്റ് ആയിരുന്നു. എന്തായാലും ഞാൻ കുറച്ച് ഗോളിന് ഞാൻ പിന്നെ ഇപ്പം നോക്കുന്നുണ്ട്. എന്തായാലും മച്ചാൻ മൈക്കിളിൻ്റെ പാക്ക് നല്ല കിടിലൻ പാക്കുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്യാണ് ഗൈസ്. അപ്പോൾ എന്തായാലും മച്ചാൻ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക നമ്മുടെ ഓൾറെഡി ഫസ്റ്റ് ചാനലിൽ ഗൈസ്. അപ്പോൾ റൂമിൻ്റെ ആ ഫേക്ക് ഷോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ബെക്കാം, പിന്നെ റിക്യുപ്പൈ ടു ബെക്കാം, റൊഡ്രിക്ക് കൊടുത്തു ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കാം ബെല്ലിംഗം ഗൈസ്. ഇതുവരെ ഒരു ഇളക്കം തട്ടാത്തൊരു കാർഡാട്ടോ ഈ ബെല്ലിംഗത്തിൻ്റെ കാർഡ്. നിങ്ങൾ എന്തായാലും യൂസ് ചെയ്തോ, നല്ല അടിപൊളി ഒരു ആട്രിബ്യൂട്ട് കിട്ടും. ബെക്കാം ഗൈസ് കിട്ടിയിട്ടുണ്ട് മച്ചാൻ വരെ. ഈ ലിയൻ തൂറാം ഇവിടെ ഒരു പണി ഉണ്ടാക്കാനുള്ള. റിക്യുപ്പൈ ഒരു ഷോട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. സുവാരസ് ടു ജെറാഡ്, ബെക്കാം, മെസ്സി. ഓക്കെ ബെക്കാം ഒരു ഷോട്ട് അനങ്ങുന്നില്ല ഗൈസ്. മെസ്സി ഇവന്മാർ അനങ്ങുന്ന പോലുമില്ല. ജെറാഡ് ടു നമുക്ക് നോക്കാം. കഫു ടു മെസ്സി ടു ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കാം ഗ്രീസ്മാൻ. എൻ്റെ പൊന്നു മച്ചാമാരെ, അവന്മാരവിടെ നല്ലൊരു പണി ഇട്ട് വെച്ചേക്കാണ്. ബെക്കാം ടു സുവാരസ് ടു മെസ്സി ടു മാൻഡിച്ചിക്ക് ഗൈസ്. അപ്പോൾ റൂമിയിലേക്ക് വീണ്ടും ഗൈസ്. ഈ ഒരു പെസ്റ്റ് ടൈമിൽ ഉണ്ടായിരുന്ന റൂമിയൊക്കെ ഉള്ള ഒരു കമൻറ്റ് കേട്ടോ. പിന്നെ മച്ചാമാരെ നമ്മൾ നാളെ വരാൻ പോകുന്ന അപ്ഡേറ്റിനെ പറ്റി നമ്മുടെ ഫസ്റ്റ് ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് റിയൽ സെഞ്ചുവിൽ. അപ്പോൾ നിങ്ങളെല്ലാവരും കാണുക. അതുപോലെ തന്നെ നമ്മൾ നാളെ മെയിൻ്റനൻസ് ലൈവ് ഉണ്ടാവും. നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ മച്ചാമാരെ ഗൈസ്. അപ്പോൾ ജെറാഡ് കഴിഞ്ഞ ആഴ്ച മടി കൊണ്ടല്ല മച്ചാമാരെ, നിങ്ങൾക്കറിയാലോ കറണ്ടിൻ്റെ കാര്യം. അപ്പോൾ ഞാൻ USB ഒരു സാധനം നോക്കുന്നുണ്ട്. അത് ഉറപ്പായിട്ടും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ലൈവ് ഉണ്ടാവും. അപ്പോൾ ആർക്കും ഒരു ഇത് തോന്നരുത്, സോറി കേട്ടോ. ഞാനല്ല, വൈഫൈ കട്ടായി പോകുമ്പോൾ ഇതാണ് ഓരോ പ്രശ്നങ്ങളാണ്. എന്നാലും അതൊക്കെ റെഡിയായി വരും. എല്ലാവരും ഹാപ്പി ആയിരിക്കുക മച്ചാമാരെ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ക്ലാസ്സിലെ ഇതൊക്കെ എങ്ങനെയുണ്ട് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ പ്ലേസും കൂടെ കമൻറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് ജസ്റ്റ് നോക്കാം, കമൻറ്റ് സെക്ഷൻ നോക്കാം. അപ്പോൾ മച്ചാമാരെ എന്തായാലും ഈ ഒരു വീഡിയോയിലും ഒരു ട്വിസ്റ്റ് ഉണ്ട്. എന്തായാലും മച്ചാമാരെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ സ്നൈഡറിനെ ഇറക്കി കേട്ടോ ഗൈസ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഞാനെന്താ വെച്ചാൽ ഇപ്പോൾ തോന്നുന്നത്, അന്ന് സെലക്ഷൻ കോൺട്രാക്ട് വന്നപ്പം സ്നൈഡറിനെ എടുത്ത് ബെറ്ററായി തോന്നുന്നു വിചാരിക്കുന്നു. കാരണം എനിക്ക് ഓൾറെഡി ഗൈസ് CF ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ മച്ചാമാരെ, ഡെന്നിസ്ലോയും പിന്നെ സുവാരസും പിന്നെ നമ്മുടെ ന്യൂനസും മെസ്സി പിന്നെ അപ്പറയാണ്. പക്ഷേ ഇവർ മൂന്നാളും മതി. പിന്നെ ഓൾറെഡി ഞാനിപ്പോൾ ഓവനെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഗൈസ് സംഭവം എന്താ വെച്ചാൽ വേറെ ഒന്നുമില്ല, ഞാൻ എല്ലാ പ്രാവശ്യവും ഓവനെയും യമാലിനെയും പിന്നെ അതുപോലെ
വെക്കും. പിന്നെ അതുപോലെ ഗൈസ് നിങ്ങളെല്ലാവരും എന്താ പറയുക ശ്രദ്ധിക്കാണ്ട് പോകുന്നൊരു കാര്യമുണ്ട്. റൊണാൾഡോൻ്റെ ഇപ്പം വന്ന കാർഡ് എന്തുകൊണ്ട് കൊനാമി അത് എന്താ പറയുക ഇതാണ്ടോ ഗൈസ് നെറ്റ് പോയി. അപ്പോൾ ഗൈസ് ഞാനത് വിചാരിച്ചു എന്താ പറ്റിയത്, നമുക്ക് വീണ്ടും ഡിക്രീസ് ആയിട്ട്. അപ്പോൾ മച്ചാമാരെ നിങ്ങളൊക്കെ ഏതാ ഡിവിഷൻ മാച്ച് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. പിന്നെ ഓൾറെഡി നമ്മൾ കൂടുതൽ ലൈവിൽ മാച്ച് ആയതുകൊണ്ട് നമ്മൾ ഡിവിഷൻ മാച്ചിലേക്ക് കളിച്ചിട്ടില്ല. പക്ഷേ കളിച്ച് ഇനി എത്തിക്കണം പഴയ പോലെ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും, ലൈവിലായിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ഗൈസ്.